കളഞ്ഞു. അതിനി അങ്ങനെ ആട്ട നമുക്ക് ഇങ്ങനെ പോയി തിന്നെ നേരെ തിന്നെ നമുക്ക് കൊടുത്തേനെ. അപ്പോ ഇന്ന് അത്താഴം പഴുത്ത മാങ്ങ ആണെന്നാണോ അല്ലെന്നാണോ പറഞ്ഞത്? പഴുത്ത മാങ്ങ അത്താഴത്തിനല്ല. ഈ പഴുത്ത മാങ്ങ ഞാൻ ചെത്തി പുള്ളിയുടെ വെക്കും. പിള്ളേരൊക്കെ അപ്പുറത്തുണ്ട്. അപ്പുമൊക്കെ അല്ലെങ്കിൽ വലിയ ഇഷ്ടമാണ്. ഞാൻ വിചാരിച്ചു കുറച്ച് മാങ്ങ നമ്മളന്ന് വീട്ടിൽ നിന്നുള്ള മാങ്ങയല്ലോ, തടിയൻ മാങ്ങ എന്നൊക്കെ തടിയനാണോ എന്ന് എനിക്ക് പേരൊന്നും അറിയത്തില്ല. തടിയനാണോ ഉരുളനാണോ എന്ന് അറിയത്തില്ലുണ്ടോ. നമ്മൾ നേരത്തെ ഒന്ന് പുളി വയ്ക്കുക. അന്നേരം ഇത് വെറും പച്ചയാണ്. പച്ച പഴുത്തിൻ്റെ പുളി ഉണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് നിറം അങ്ങനെയൊക്കെ ഇരിക്കുന്നു. പക്ഷെ ഇനി ഇരുന്ന് കഴിഞ്ഞാലേ ഇതിൻ്റെ ഈ മൊനയുടെ ഭാഗം കളഞ്ഞു പോകും. മൊനയല്ല, ചൊന പറയും. ഞെട്ടിന്റെ ഭാഗം. ചൊനയെന്ന് പറഞ്ഞാൽ ഞെട്ടെന്ന് പറഞ്ഞാൽ ഒന്നും തന്നെ ആയിരിക്കുമല്ലോ. അല്ലയോ? എന്നാ പിന്നെ അല്ല, ഞെട്ടിന്ന് വരുന്ന സാധനമാണ് ചൊന. അപ്പൊ ഈ ഞെട്ടിന്റെ ഭാഗം അളിഞ്ഞു പോകും. അപ്പം അതുകൊണ്ട് ഞാൻ വെച്ചിട്ടാണ് പൂളി വെച്ചേക്കാം. ഒരെണ്ണം ഞാൻ നല്ല പൂളി വെച്ചേക്കുന്നുണ്ട്. അതിന്റെ ഞെട്ടിന്റെ ഭാഗമൊക്കെ കളഞ്ഞു പോയി. അപ്പൊ ഞാൻ വെച്ചു ഇത് വെച്ചിൽ നനഞ്ഞ് കളയുന്നതിനൊക്കെ നല്ലതേ. നമുക്ക് പൂളി തിന്നാമല്ലോ. ഇച്ചിരി പുളിയാണെങ്കിലും നേരെ തിന്നാലോ. അളിച്ചു കുളിച്ചിട്ട് തിന്നണ്ടായല്ലോ. അപ്പൊ നമുക്ക് അതിനകത്ത് പൂളാം. അതിൻ്റെ കൂടെ മനു ഇന്നാളെ കൊണ്ടു തന്നില്ല. 2 മാങ്ങ എന്നും വാങ്ങിച്ചതല്ല, എല്ലാം നമുക്ക് വീട്ടിൽ തന്നെ മാവേൽ ഉണ്ടാക്കിയ മാങ്ങയാണ്. ഉണ്ടാക്കിയ മാങ്ങയാണ്. ഇത് ഇച്ചിരിയുടെ പുളിയാണോ മുമ്പല്ലേ അറ്റിട്ടേക്കാളും. നോക്കട്ടെ ഞാൻ ടേസ്റ്റ് തരട്ടെ. ഒരു ചെറിയ പുളി കേട്ടോ. ആദ്യം ഞാൻ പുളി അത്ര പുളിയില്ല. കാണുമ്പോഴേ അറിയാമല്ലോ. പക്ഷെ ഇതിന്ന് അളിഞ്ഞു പോകുന്നത്. അതുകൊണ്ടാണ് പുളി അധികമായിട്ട്. അതിന് മാങ്ങ ഇല്ലാത്ത സമയത്ത് നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന മാങ്ങയുടെ വിളവിന് വ്യത്യാസമുണ്ട്. ശരിക്കും വിളഞ്ഞില്ല. ലാഭം വന്നപ്പോ അവന് പറിക്കാൻ തുടങ്ങി കുറച്ചല്ലേ അത്. ഇത്തിരി കൂടെ വിളയണമായിരുന്നു. എപ്പോഴും ചെന്ന് പറിക്കും. ഇനിയിപ്പം ചെന്ന് പറിക്കാൻ ഒന്നുകൂടെ വിളഞ്ഞു കിട്ടും അവന്. പിന്നെ ഞാൻ കടുവ് മാങ്ങ ഇടാൻ കുറച്ച് മാങ്ങയാണ് പറയാം. ഇനി വന്നപ്പോഴത്തേക്ക് അതെല്ലാം പഴുത്തു. അടുത്ത ദിവസം കടുവ് മാങ്ങ ഇടാൻ വന്നപ്പോഴത്തേക്ക് എല്ലാം പഴുത്തു. അപ്പം ഞാൻ അതിനെ മാറ്റി വെച്ചു. പഴുത്തല വിളഞ്ഞു. അപ്പം ഞാൻ അതിനെ അങ്ങ് മാറ്റി വെച്ചിട്ട് എന്നാലും ഇപ്പോഴത്തേക്ക് ബാക്കിയൊക്കെ പൂളി തിന്നു. ഇതേ ഉള്ളൂ. നമുക്ക് പൂളി വെക്കാം. തിന്നുന്നിടത്തോളം തിന്നും. മുളക് പൊടി കണക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് അങ്ങനെ ഇട്ട് നോക്കാം. പക്ഷെ ഒരു കാര്യം, അങ്ങനത്തെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ പിന്നെ ബാക്കിയെടുത്ത് ജ്യൂസ് അടിക്കാൻ നോക്കത്തില്ല. മുളക് ജ്യൂസ് അത് വേണമെങ്കിൽ പറ്റിക്കാം. അത് ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് മുളകും ചേർത്ത് സ്പെഷ്യൽ ജ്യൂസ് എങ്ങനെ ഇരിക്കുന്നത് അതും അറിയാം. തിന്നാവുന്നിടത്തോളം തിന്നാം. പുതിയ ഐറ്റം അങ്ങനെ പുതിയ പാചകങ്ങളൊക്കെ പറയുന്നത് അങ്ങനെ ഓരോന്ന് ചെയ്ത് നോക്കുമ്പോൾ കൊള്ളാമെന്ന് തോന്നിക്കഴിഞ്ഞാൽ സൂപ്പറാന്നൊക്കെ പറയും. ചിലതൊക്കെ നല്ല സൂപ്പറായിരിക്കും. നമ്മുടെ കുഞ്ഞുണ്ണി പറയുന്നല്ലേ, അവനെല്ലാം സൂപ്പറാന്ന് പറഞ്ഞിട്ട് ഇച്ചിരി കഴിയുമ്പോൾ നമ്മളെ കളിയാക്കാൻ വേണ്ടി അവന് പറയും കൊള്ളത്തിലായിരുന്നു. നമുക്ക് പിന്നെ അതുപോലെ പറയാം. അപ്പം നമുക്ക് ഇതൊന്ന് പൂളി എടുക്കട്ടെ. ഞാൻ എന്നിട്ട് ഞങ്ങൾ തിന്നാം. മുളക് ഇട്ടിട്ട് തിന്നാം. കാമ്പൊക്കെ എടുത്ത് കൂട്ടാൻ വെക്കാം. കാമ്പൊന്നും കൂട്ടാൻ വെക്കാൻ ഞാൻ എടുക്കുന്നത്. പിന്നെ എന്താ കൂട്ടാൻ വെക്കാൻ എപ്പോഴും സാരമില്ല. ഉപ്പുമുളകോടാകുമ്പോൾ നല്ല ടേസ്റ്റ് വരും. അപ്പം ഞാനത് പൂളിയിട്ടേ ഉപ്പുമുളകൊക്കെ നേരിട്ട് ക്രഷ്ഡ് ചില്ലിയും ഉപ്പും കൂടെ ഇട്ടൊരു പേരട്ട് ഞങ്ങൾ തിന്നാം. നിങ്ങളെയൊക്കെ കൊതിപ്പിക്കാവേ. ഇത് പൂള് പറയണ്ട, ഇതും പച്ചയാണ്. ഇത്രയും ഞാൻ ഈ ഉപ്പും മുളകൊക്കെ തരട്ടെ. ഞാൻ പൂളി വെച്ച് മാങ്ങണ്ടല്ലോ പറയാൻ തന്നെ ഇച്ചിരി ഉപ്പ് അതിനകത്തേക്ക് ഇട്ടു. ഇത് ക്രഷ്ഡ് ചില്ലി ഇട്ടിരുന്നതാണ്. ഇതിനേക്കാളൊക്കെ ക്രഷ്ഡ് ചില്ലിയൊക്കെ നല്ലൊരു സാധനമുണ്ട്. അതറിയാം. കുറച്ചായിട്ടുള്ളൂ. ക്രഷ്ഡ് ചില്ലിയൊക്കെ നല്ല സാധനമുണ്ട്. ഇവിടെ ചരടമുളക് അങ്ങോട്ട് ചുടണം. ചുട്ടങ്ങോട്ട് ഉടയ്ക്കണം. പണ്ട് അപ്പൂപ്പനും ഒക്കെ മാങ്ങ അങ്ങോട്ട് വെച്ച് അപ്പന് ഒരുപാട് പരുക്കന്തിരൊക്കെ ഇഷ്ടപ്പെടുന്നുള്ളതാണ്. എന്നിട്ട് അങ്ങോട്ട് ഇട്ടുകൊണ്ട് ഇങ്ങനെ ഒരു വിരട്ടങ്ങ് വരട്ടും. ഞാൻ ഫോർക്ക് കൊണ്ടാണ് വരട്ടുന്നത്. മറ്റേ സ്പൂൺ കൊണ്ട് അങ്ങോട്ട് വരട്ടും ഇങ്ങനെ. എന്തൊരു ടേസ്റ്റ് ഉണ്ട്. അതൊക്കെ പറയുമ്പോൾ വായിൽ നിന്ന് വെള്ളം വരും കേട്ടോ. അപ്പൂപ്പനും അമ്മച്ചിയൊക്കെ ഓരോ നിങ്ങൾ കാണിച്ചെന്ന് പഠിപ്പിച്ചിട്ടുള്ളത്. നല്ല മാങ്ങയും നല്ല മാങ്ങ നല്ല ടേസ്റ്റ് ഉള്ള അത് പഴുത്തതിനകത്ത് ഇച്ചിരി പുളി. പഴുത്ത മാങ്ങയ്ക്കകത്തും ചെയ്യുന്നതിന് ഇച്ചിരി ചെറിയ പുളിരസമുള്ളത്. അതിങ്ങനെ അങ്ങോട്ടിട്ട് വരട്ടി. അന്നേരം ആദ്യം ഞങ്ങൾ പറഞ്ഞു അയ്യോ ഇതെങ്ങനെ കഴിക്കുക എരിയായിരിക്കുമല്ലോ. പക്ഷെ അങ്ങോട്ട് മുളകൊക്കെ ചുട്ടടച്ച ആ ഉപ്പും അങ്ങോട്ടിട്ട് അതെല്ലാം കൂടെ കൊണ്ട് ജെരടി നല്ല ടേസ്റ്റ് അതിന് കേട്ടോ. അത് അങ്ങോട്ട് കഴിക്കും. ഞാൻ അങ്ങോട്ട് തിന്നു നോക്കട്ടെ കേട്ടോ.
ഉപ്പും പുളിയൊക്കെ പിടിക്കണ്ടേ? അതൊക്കെ പിടിച്ചോളൂ. ഇത് പിടിക്കാനുണ്ട് ഉപയോഗിക്കാൻ പോകുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ എന്തൊക്കെ പിടിക്കുന്നത്? ഞാൻ എന്തായാലും ഒരു കഷ്ണം തിന്നാം. അച്ഛൻ ഇങ്ങനെ അങ്ങോട്ട് വിട്ടാൽ ചന്ദ്രൻ തിന്നോ ഞങ്ങൾ. ചുട്ടടക്കാൻ ടേസ്റ്റ് വന്നില്ല. അതിന് പറ്റില്ല. എനിക്ക് മെനക്കെടാൻ വയ്യാഞ്ഞിട്ട് കഴിക്കാൻ തരുന്നത്. ആ ഓക്കെ. ഇച്ചിരി കൊണ്ട് മുളകാകാൻ തോന്നുന്നു. മുളക് ഉപ്പിച്ചു അല്ലേ? ഇച്ചിരി മുളകാകാം. മറ്റു ശരിയില്ല. ഒന്ന് ഇവരൊക്കെ തരുമ്പോൾ എനിക്കൊന്ന് അവരുടെ വിചാരം പിള്ളേരത് കഴിക്കത്തില്ലെന്നല്ലായിരിക്കും. എരിയൊക്കെ ചേർത്ത് കഴിയുമ്പോഴേ പിള്ളേർ കഴിക്കത്തില്ല. അപ്പോൾ അവർക്ക് തന്നെ കഴിക്കാൻ ചെന്ന് ഉണ്ടാക്കുന്നതായിരിക്കും. ഞങ്ങൾ ആദ്യം വന്നത് ഉപ്പ് വേണം. ഇച്ചിരി ഉപ്പും മുളകും എല്ലാം കൊണ്ട് പെരട്ടിട്ടുണ്ട്. ഇനി പഴുത്ത മാങ്ങ എങ്ങനെ ഇരിക്കുന്നത്? പച്ചമാങ്ങ തിന്നാൻ നല്ലതാണ്. പഴുത്ത എങ്ങനെ ഇരിക്കുന്നത്? മധുരത്തിലിടുമ്പോൾ ഏറ്റ സുഖമൊന്നുമല്ല. അതിനേക്കാൾ നല്ലത് ഈ പകുതി മുക്കാൽ ഭാഗം പഴുത്തോണ്ട് തൊണ്ടയ്ക്ക് മുളക് വരെ പകുതി മുക്കാൽ ഭാഗം പഴുത്ത് ഇരിക്കുന്ന ഇങ്ങനത്തെ മാങ്ങാണ്ടല്ലോ, അതങ്ങോട്ട് വിളിച്ചേക്കണം. സ്വർഗം മാമ സ്വർഗം. കഴിച്ചു നോക്കണം. ഇങ്ങനെയല്ല, മുളക് ചുട്ടടച്ച് തന്നെ കഴിച്ചു നോക്കണം. എന്നാലേ അതിന്റെ ടേസ്റ്റ് ശരിക്കും അറിയത്തുള്ളൂ. പിള്ളേരൊക്കെ വരുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ട്. എന്നാലും എനിക്കിഷ്ടം അത് കഴിക്കാൻ. അത്താഴം ഉണ്ടെന്ന് താമസിക്കുന്നേ. അത്താഴം പറഞ്ഞ് കഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. കിട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ വല്ലപ്പോഴും കിട്ടുന്നില്ലേ. അത് എന്നിട്ട് അത്താഴം കഴിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. തന്നെ തന്നെ ഏതാണ്ട് പരിപാടി ഊട്ടിപ്പരട്ടാനുള്ള പരിപാടി ഉണ്ട്. അതാ ഇന്ന് ഞാൻ മുതിര വേവിച്ച അത്താഴം വേറെ തരത്തില്ല. എന്നും ചോറും കഞ്ഞൊന്നും എപ്പോഴും കഴിക്കരുതെന്നാണ്. കൊളസ്ട്രോൾ കൂടും. അതുകൊണ്ട് മുതിര വേവിച്ച് അത് മാത്രം. അതിൻ്റെ കൂടി മാങ്ങയിടാകുമ്പോൾ പകുതി കഴിച്ചു കഴിയും പറയും എനിക്ക് ഇത്രയും മതി വിശന്ന് പറയുന്നത്. എനിക്ക് ഇത് അത് തന്നെ കഴിക്കത്തില്ല. ഇപ്പം ഇതുകൊണ്ട് കഴിച്ചോണ്ടിരിക്കുന്നുണ്ട്. കുഞ്ഞിനൊക്കെ മാങ്ങ കിട്ടുമ്പോൾ ഇതുകൊണ്ട് ഉണ്ടാക്കണം. അപ്പം ഇത് വെച്ചാണ് ഇന്നിവിടെ ഒച്ചക്കാരി പിള്ളേരെ ഒന്ന് വെച്ചോളൂ. അപ്പുമൊക്കെ കഴിക്കും. കുഞ്ഞിന് കഴിക്കത്തില്ല. അപ്പു കഴിക്കും. ഇതൊക്കെ ഞാൻ കൊണ്ട് വെക്കട്ടെ. ബൈ ബൈ.